പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഒരു പതിപ്പ് തയ്യാറാക്കേണ്ടത് എന്നാണ് പരിശോധിക്കുന്നത്. അടുത്ത് തന്നെ ഗാന്ധി ജയന്തി വരികയാണ്. പലപ്പോഴും നിങ്ങൾ സ്വാതന്ത്ര്യദിന പതിപ്പുകളും ഓണപ്പതിപ്പുകളും അതേപോലെ മറ്റു ധാരാളം പതിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പതിപ്പുകൾ കാണുമ്പോൾ അത് അത്ര നന്നായിട്ടില്ല എന്ന് അഭിപ്രായപ്പെടാറുണ്ട് നിങ്ങളുടെ അധ്യാപകർ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്കൊരു പതിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പതിപ്പുകൾ നിർമ്മിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. വീഡിയോ എല്ലാവരും നന്നായി കാണുകയും നല്ല പതിപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുക. പതിപ്പ് നിർമ്മിക്കുമ്പോൾ നാം ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് അതിനുപയോഗിക്കുന്ന കടലാസുകളാണ്. തീർച്ചയായും അതൊരു വലിപ്പമുള്ള A4 പേപ്പർ ആയിരിക്കണം. അല്ല, ചെറിയ കടലാസിൽ എഴുതരുത്. കൂടാതെ അതിന് കൃത്യമായ മാർജിൻ ഇട്ടിരിക്കണം. ഒരു സ്കെയിലിൻ്റെ വീതിയോ അല്ലെങ്കിൽ ഒരു 1.5 സ്കെയിൽ വീതിയിൽ ഇതിന് മാർജിൻ ഇട്ടിരിക്കണം. അത് നിങ്ങളുടെ സ്കെയിലിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ വീതി അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. എന്തിനാണ് ഈ സ്പേസ് എന്ന് വിചാരിച്ചാൽ, അത് ഇവിടെയാണ് നാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് തുന്നി കൃത്യമായി നൂലുപയോഗിച്ച് തുന്നി കെട്ടുന്നത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി എഴുതി കഴിഞ്ഞാൽ അത് തുന്നുമ്പോൾ നമ്മുടെ എഴുതിയ ഭാഗം ഈ തുന്നലിൻ്റെ ഇടയിലാവുകയും അത് നോക്കുന്ന അധ്യാപകർക്കും മറ്റു വായിക്കുന്ന കുട്ടികൾക്കും വായിക്കാൻ സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായ മാർജിൻ ഇവിടെ ഇട്ടിരിക്കണം. മറ്റൊന്ന് ബോർഡറാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണാം, ഇതിൻ്റെ ഉള്ളിൽ കൃത്യമായി ഞാൻ ഒരു 4 ചതുരം പോലെ വരച്ചിട്ടുണ്ട്. ഇതിനാണ് ബോർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എഴുതുന്നത് ഇതിൻ്റെ ഉള്ളിലകത്താണ്. ഈ ബോർഡറിന് പുറത്ത് ഒരിക്കലും എഴുതരുത്. വളരെ ശ്രദ്ധയോടുകൂടെ ഈ ബോർഡറിന് അകത്താണ് നിങ്ങൾക്ക് എഴുതേണ്ട മാറ്ററുകൾ എഴുതേണ്ടത്. അത് കുത്തി നിറക്കുകയും ചെയ്യരുത്. അങ്ങനെ തയ്യാറാക്കി നമുക്ക് എത്ര പേജുകൾ എഴുതാനുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഇതിനാവശ്യമായ അത്രയും പേജുകൾ ഇതുപോലെ വരച്ചുണ്ടാക്കുകയാണ് നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ട കാര്യം. അപ്പോൾ മിനിമം ഒരു പതിപ്പുണ്ടാക്കുമ്പോൾ അതിൽ 10 പേജെങ്കിലും ഉണ്ടാവാൻ ശ്രദ്ധിക്കണം. നമുക്ക് ആവശ്യമുള്ള അത്രയും പേജുകൾ ഇതുപോലെ ബോർഡറൊക്കെ ഇട്ട് മാർജിൻ വേണ്ട തുന്നിക്കെട്ടുകളുടെ സ്പേസൊക്കെ വിട്ടുള്ള പേജുകൾ വരച്ച് റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് നാം എഴുതാൻ തുടങ്ങേണ്ടത്. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഒരു വശത്ത് മാത്രമേ എഴുതാവൂ. അതായത് നാം എഴുതുന്ന മാറ്ററുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പേജിൻ്റെ ഒരു വശത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ. ഇതിൻ്റെ എതിർവശത്ത് ഒരിക്കലും എഴുതരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇവിടെ എഴുതിയതിൻ്റെ മഷി ഇങ്ങോട്ട് പരക്കുകയും ഇവിടെ എഴുതുമ്പോൾ ആ 2 എഴുത്തുകളും തമ്മിൽ ചേർന്ന് അത് വായിക്കാൻ വൃത്തിയില്ലാതെ വരികയും പതിപ്പിൻ്റെ ഭംഗി നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഒരു വശത്ത് മാത്രമേ എഴുതാവൂ. എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആവശ്യമായ, അതായത് നമ്മൾ ഒരു മാറ്റർ എഴുതുമ്പോൾ അതിനാവശ്യമായ തലക്കെട്ടുകൾ കൊടുത്തിരിക്കണം. അതിന് ആവശ്യമായ വലിപ്പം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ തലക്കെട്ടും ഇതും ഒരേ വലിപ്പം പാടില്ല. അത് നല്ല ആവശ്യത്തിനുള്ള വലിപ്പവും ഭംഗിയും ഡിസൈനും ഒക്കെ വരുത്തണം. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പല കടകളുടെയും ഒക്കെ പേരുകൾ വ്യത്യസ്ത ആകൃതിയിലും ഡിസൈനിലും ഒക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ നിങ്ങൾ ഇതിനൊക്കെ വരയിട്ടിട്ടും മടിയിൽ ഡിസൈൻ കൊടുത്തിട്ടും ഒക്കെ അങ്ങനെ അതിൻ്റെ തലക്കെട്ട് വേർതിരിച്ച് കാണുന്ന രീതിയിൽ വളരെ ഭംഗിയാക്കി അത് കൊടുത്തിരിക്കണം. മറ്റൊന്ന് അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിനുപയോഗിക്കുന്ന മഷിയാണ്. കഴിയുന്നതും കറുത്ത മഷി ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ എഴുതാവും. അത് വെളുത്ത പേപ്പറിൽ കറുത്ത മഷി വളരെ ഭംഗിയുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഹെഡിങ് അതുപോലെയുള്ളത് നമുക്ക് പല നിറങ്ങൾ ഉപയോഗിക്കാമെങ്കിലും ഇതിലുപയോഗിക്കുന്ന എഴുത്തുകൾ മാറ്ററുകളായിട്ട് എഴുതുന്നത് തീർച്ചയായും അത് കറുത്ത മഷി കൊണ്ടായിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നീട് അതിൽ ശ്രദ്ധിക്കേണ്ടത് എഴുത്തിൻ്റെ കാര്യമാണ്. നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതണം. ചില ആളുകൾ ഒരക്ഷരം വലുത്, അടുത്ത അക്ഷരം ചെറുത്, അതിൻ്റെ വള്ളി കുറേ താഴെ, അങ്ങനെ ഒരു വൃത്തിയില്ലാതെ നമ്മൾ സാധാരണ കോപ്പിയിലൊക്കെ എഴുതുന്നത് പോലെ വളരെ കൃത്യമായി ഒരേ വലിപ്പത്തിൽ അതിൻ്റെ മേലോട്ട് പോകേണ്ട വള്ളികളൊക്കെ മേലെയും താഴേക്ക് പോകുന്നതെല്ലാം താഴെയൊക്കെ ആക്കി നമ്മൾ എങ്ങനെയാണോ മലയാളം കോപ്പിയൊക്കെ നാം എഴുതുന്നത് അതുപോലെ വളരെ വൃത്തിയിൽ എഴുതി തയ്യാറാക്കേണ്ടതാണ്. അത് ഇതുപോലെ വളരെ വൃത്തിയായി വേണം നിങ്ങൾ നല്ല വടിവത്ത അക്ഷരത്തിൽ വേണം എഴുതാൻ. മറ്റൊന്ന്, നിങ്ങളുടെ എഴുതുമ്പോൾ കണ്ടിരിക്കുന്ന തെറ്റ് സ്പേസ് ഉണ്ടാവില്ല എന്നാണ്. അതായത് വാക്കുകൾക്കിടയിലും അക്ഷരങ്ങൾക്കിടയിലും സ്പേസ് ഉണ്ടാവാറില്ല, ഇടയുണ്ടാവാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നമായി കാണാറുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വാക്ക് എഴുതുമ്പോൾ ഇപ്പോൾ ഗാന്ധിജി
ഇന്ത്യയിൽ വന്നു എന്ന് എഴുതുന്നതിന് പകരം ഗാന്ധിജി ഒരു 2 അക്ഷരത്തിൻ്റെ സ്പേസ് ഇന്ത്യയിൽ സ്പേസ് വന്നു. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ വാക്കുകൾ ഇങ്ങനെ പെറുക്കിയെടുത്ത് വായിക്കാൻ കഴിയുന്ന രീതി. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ വാക്കുകൾക്കിടയിലും അല്പം സ്പേസ് വിട്ടിട്ടുണ്ടാവും. ഓരോ വാക്ക് കഴിയുമ്പോഴും ഇങ്ങനെ ഇടവിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് വായിക്കുന്നതിൻ്റെ സൗകര്യത്തിനും തെറ്റാതെ വായിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ്. അത് വാക്കുകൾ ഇടകലരാതിരിക്കാൻ വേണ്ടിയാണ്. നാം എഴുതുമ്പോഴും അതുപോലെ തന്നെ എഴുതണം. അത് വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യണം. മറ്റൊന്ന് വൃത്തിയാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെ, ചില ആളുകൾ ഒരു അറ്റത്തിൽ നിന്ന് എഴുതിയാൽ അവസാനം ആ വരി അവസാനിക്കുന്നത് ഇങ്ങേ അറ്റത്തായിരിക്കും. ഇങ്ങേ അറ്റത്ത് ഇവിടെ തുടങ്ങി ഇവിടെ അവസാനിക്കും. അതായത് വരിക്ക് ആകെ വളഞ്ഞ് പുളഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നത്. അത് ഒഴിവാക്കണം. അപ്പോൾ നമുക്ക് വരി വളയാതിരിക്കാൻ എന്തെങ്കിലും സ്കെയിൽ വെച്ചിട്ട് അത് അതിൻ്റെ മുകളിലൂടെ കൃത്യമായി എഴുതുകയോ, അല്ലെങ്കിൽ ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് അതിൽ കൃത്യമായി വരകളൊക്കെ ഇട്ട് ആ വര നാം എഴുതുന്ന പേപ്പറിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് വരകൾ വളയാതെ എഴുതുകയോ, അല്ലെങ്കിൽ നല്ല വരയിട്ട ഒരു പേജ് നാം എഴുതാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ വര നോക്കി എഴുതുകയോ, അങ്ങനെ പല തന്ത്രങ്ങളും നമുക്കതിന് ഉപയോഗിക്കാം. ഏതായാലും വരി വളയാതെ വളരെ വൃത്തിയായി എഴുതാൻ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കാം. മറ്റൊന്ന് ഡിസൈൻ ഉപയോഗിക്കുക. നമ്മൾ എഴുതി കഴിഞ്ഞാൽ ക്രയോണ് മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നല്ല ഡിസൈനൊക്കെ ചെറിയ ലൈറ്റായിട്ട് ചെറിയ കളറൊക്കെ കൊടുത്ത് ഈ പേജിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതും അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങൾ കൂടി ചെയ്താൽ കൂടുതൽ ബുദ്ധിയുണ്ടായിരിക്കും. അങ്ങനെ നാം എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യമായ പേജുകളൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം എല്ലാ പേജുകളും ഒന്നിച്ച് വെക്കുക. എല്ലാ പേജുകളും ഒന്നിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇട്ട സ്പേസിൽ 2-3 ഇങ്ങനെ തുന്നി കുറച്ച് വീതിയിൽ തുന്നിക്കിട്ടും. ചിലർ ഇവിടെ മാത്രം തുന്നും, എന്നിട്ട് അതിങ്ങനെ തുറയും. അത് ചെയ്യാതെ ഇവിടെയും അതിന് വളരെ കൃത്യമായി തുന്നിക്കെട്ടണം. അതിന് നിങ്ങൾക്ക് കെട്ടാനൊക്കെ മുതിർന്നവരുടെ സഹായം തേടാം. അതാണ് അതിന് ശേഷം ചെയ്യേണ്ടത്. പിന്നീട് നമ്മളൊരു കവർ പേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ആ വെള്ള പേപ്പർ അല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു കളറുള്ള പേപ്പറോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ വെള്ള പേപ്പറിനെ ആവാൻ കുഴപ്പമില്ല. കവർ പേജിൽ നമ്മൾ ഇതുപോലെ തന്നെ ഡിസൈനൊക്കെ ചെയ്ത് ആവശ്യമായ മുഖചിത്രങ്ങളൊക്കെ വെട്ടി ഒട്ടിക്കുകയോ വരച്ച് ചേർക്കുകയോ ഒക്കെ ചെയ്യാം. നല്ലൊരു പേരൊക്കെ ഇട്ട് വളരെ ഭംഗിയാക്കുക. ഇതൊക്കെയാണ് ഇതിന് ശേഷം ചെയ്യേണ്ടത്. അതേപോലെ ഒരു മുഖചിത്രം, എപ്പോഴും ഒരു മുഖചിത്രം ഇതിന് വേണം. കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക്, ഇപ്പോൾ ഗാന്ധിജിയെ കുറിച്ചുള്ള പതിപ്പാണ് നാം ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഗാന്ധിജിയുടെ ഒരു ചിത്രമൊക്കെ വെച്ചിട്ടുള്ള അതുപോലത്തെ ഒരു പതിപ്പ് വരച്ച് ചേർക്കുകയോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പത്രങ്ങളിൽ നിന്നോ മറ്റൊക്കെ വെട്ടി ഒട്ടിച്ചതിന് ശേഷം ക്രയോണൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ 4 ഭാഗമൊക്കെ ശരിയാക്കി വളരെ വൃത്തിയായി നമ്മളത് ഒട്ടിച്ചതല്ല വരച്ചതുപോലെ എന്ന് തോന്നിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ഡിസൈനൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പേജുകൾ തുന്നിപ്പിടിപ്പിച്ചത് പിന്നെ ഈ ഭാഗത്ത് നന്നായിട്ട് പശയൊക്കെ തേച്ചതിന് ശേഷം കവർ പേജ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് ഒക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ, ഒട്ടിച്ചതിന് ശേഷം വരക്കാൻ ശ്രമിക്കരുത്. ഒട്ടിക്കുന്നതിന് മുമ്പ് വേണം ഇതൊക്കെ ചെയ്യാൻ. കാരണം അത് കഴിഞ്ഞാൽ പിന്നീട് അത് കേടുവരാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് വൃത്തിയായി ഇതുപോലെ നല്ല ഒരു പതിപ്പാക്കി മാറ്റാൻ സാധിക്കും. ഇനി മറ്റൊരു പ്രശ്നം, പതിപ്പിൽ എന്തൊക്കെ ഉൾപ്പെടുത്തും? എന്ത് പതിപ്പാണ് ഉണ്ടാക്കുന്നതിന് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് പതിപ്പുകൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഓണപ്പതിപ്പിൽ എന്തൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം? ഓണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കവിതകൾ, ചൊല്ലുകൾ, പാട്ടുകൾ ഒക്കെ നമുക്ക് ഉൾപ്പെടുത്താം. അതേപോലെ കഥകൾ, ചിത്രങ്ങൾ എല്ലാം ഉൾപ്പെടുത്താം. അപ്പം പൊതുവെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നാം ഉൾപ്പെടുത്തേണ്ടത്. ഇവിടെ ഇപ്പോൾ ഉദാഹരണം നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് വരാനുള്ളത് ഗാന്ധി പതിപ്പുകളാണ്. അപ്പോൾ എന്താണ് ഗാന്ധി പതിപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്നത്? കഥകൾ, ഗാന്ധിയെക്കുറിച്ചുള്ള കഥകൾ എഴുതാം, അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടുകൾ എഴുതാം, കവിതകൾ എഴുതാം, ക്വിസ് എഴുതാം, അതായത് ചോദ്യോത്തരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. ഗാന്ധിജിയെക്കുറിച്ചുള്ള അറിവ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ക്വിസ് ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കി അതിൻ്റെ ഉത്തരവും എഴുതി തയ്യാറാക്കി അതിൽ ഉൾപ്പെടുത്താം. മഹത് വചനങ്ങൾ, ഗാന്ധിജിയെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ വചനങ്ങൾ എഴുതാം, ഗാന്ധിജി തന്നെ പറഞ്ഞ മഹത് വചനങ്ങൾ എഴുതാം. അപ്പോൾ അതും നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം. മറ്റൊന്ന് ജീവചരിത്രക്കുറിപ്പാണ്. ഗാന്ധിജിയുടെ ജീവചരിത്രത്തിൻ്റെ ചെറിയ ഒരു രൂപം എഴുതുക. അദ്ദേഹത്തിൻ്റെ ജനനം, മരണം, വിവാഹം, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടുത്തി ഒരു ജീവചരിത്രക്കുറിപ്പിൻ്റെ ഒരു ചുരുക്കം തയ്യാറാക്കാൻ അതും അതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. മറ്റൊന്ന് ചിത്രങ്ങൾ. ഗാന്ധിജിയുടെ അപൂർവ ചിത്രങ്ങളൊക്കെ പത്രങ്ങളിലും മറ്റും പുസ്തകങ്ങളിലെല്ലാം ലഭിക്കും. അദ്ദേഹം ദണ്ഡിയാത്ര നടത്തുന്നത്, അതേപോലെ സത്യാഗ്രഹങ്ങൾ ഇരിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താം. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശ ധാരണയുണ്ടാകും. ഇതുപോലെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി നല്ല ഒരു
പതിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പതിപ്പുണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.